നമ്മൾ ഇന്നത്തെ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നൊരു വിഷയമാണ് ഡിസീസസുകൾ, പ്രത്യേകിച്ച് ഡെങ്കിപ്പനികൾ, COVID-19 പോലെയുള്ള ഒരുപാട് അസുഖങ്ങൾ. ഈ അസുഖങ്ങൾ ആരാണ് പരത്തുന്നത്? ആരാണ് ഇതിൻ്റെ കാരിയേഴ്സായിട്ട് ഈ അസുഖങ്ങൾ പരത്താനുള്ള വാഹകരായിട്ട് മാറുന്നത്? ആരൊക്കെയാണ്? ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്നൊക്കെ നമുക്ക് പഠിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഭാഗമാണ് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം, ഉപദ്രവകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസം. കഴിഞ്ഞ ലെസൺസിൽ നമ്മൾ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് മരുന്നുകളുടെ നിർമ്മാണത്തിലേക്ക് ഒരുപാട് മൈക്രോ ഓർഗാനിസത്തെ ആവശ്യമായിട്ടുണ്ട്. ആൻറ്റിബയോട്ടിക്കുകളുടെ നിർമ്മാണത്തിൽ ടെട്രാസൈക്ലിൻ പോലെ, പെൻസിലിൻ പോലെയൊക്കെ, പ്രത്യേകിച്ച് കൊമേഴ്ഷ്യൽ യൂസേജസ് പഠിച്ചു. ആൽക്കഹോളിൻ്റെ നിർമ്മാണത്തിൽ മൈക്രോ ഓർഗാനിസം ഒരുപാട് നിർണായകമായ ഉപയോഗങ്ങളുണ്ട്, പ്രത്യേകിച്ച് ബ്രെഡിൻ്റെ മേക്കിങ്ങിൽ, അങ്ങനെ പലതിലും. എന്നാൽ ഇന്ന് പഠിക്കുന്നത് ഹാംഫുൾ മൈക്രോ ഓർഗാനിസം, ഉപദ്രവകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസം. മൈക്രോ ഓർഗാനിസംസ് ആർ ഹാംഫുൾ ഇൻ മെനി വേയ്സ്. മൈക്രോ ഓർഗാനിസം പല വിധത്തിലും നമുക്ക് ഉപദ്രവകാരികളായിട്ട് മാറുന്നുണ്ട്. സം ഓഫ് ദി മൈക്രോ ഓർഗാനിസം കോസ് ഡിസീസ് ഇൻ ഹ്യൂമൻ ബീങ്സ്, പ്ലാന്റ്സ്, animals. Such disease causing microorganism are called pathogens. എക്സാമിന് പൊതുവേ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യാണ്, വാട്ട് ഈസ് പാത്തജൻ? ഡിസീസ് കോസിങ് മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് പാത്തജൻ എന്ന് വിളിക്കാം. രോഗങ്ങൾ പരത്തുന്ന രോഗകാരികളായിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തെ നമുക്ക് പാത്തജൻ എന്ന് വിളിക്കാം. ഓക്കെ, അത് ആനിമൽസിൽ പരത്തുന്നുണ്ട്, പ്ലാന്റ്സിലുണ്ട്, നമ്മുടെ മനുഷ്യന്മാരിലൊക്കെ പാത്തജൻസ് കടന്നു വരാം. Pathogens enter our body through air we breathe, the water we drink, the food we eat. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലൂടെ, അല്ലെങ്കിൽ ശ്വസിക്കുന്ന വായുവിലൂടെയൊക്കെ പാത്തജൻ നമ്മുടെ ശരീരത്തിലേക്ക് കടക്കാം, ഈ രോഗകാരികൾ. They can also get transmitted by direct contact with infected person or carried through an animal. രോഗകാരിയായിട്ടുള്ള ഒരു വ്യക്തിയുടെ സമീപത്ത് പോയിരിക്കുമ്പോൾ ഇൻഫെക്റ്റഡ് പേഴ്സൺ മുഖേനയോ അല്ലെങ്കിൽ മറ്റുള്ള ചില ജീവികൾ, പന്നികൾ മുഖേനയൊക്കെ നമുക്ക് പാത്തജൻസ് കിട്ടാം. അല്ലെങ്കിൽ കോഴി മുഖേനയൊക്കെ, പക്ഷിപ്പനിയൊക്കെ വന്നല്ലോ, ഇനി അതല്ല മുയലുകൾ വഴിയൊക്കെ, അങ്ങനെ പല വിധത്തിലും പാത്തജൻ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു കയറാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതായത് അസുഖമുള്ള ഒരാളിൽ നിന്നും ഹെൽത്തി പേഴ്സണിലേക്ക് അദ്ദേഹത്തിന് സമീപത്ത് പോയി ഇരിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തെ സംസാരിക്കുന്നത് കൊണ്ട് എയർ വഴിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്തരം പകരുന്ന അസുഖങ്ങൾ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയാം. ഒരു കമ്മ്യൂണിക്കേഷൻ മുഖേന അക്വയർഡ് ആവുന്ന അസുഖങ്ങൾ. മൈക്രോബിയൽ ഡിസീസസ് ദാറ്റ് ക്യാൻ സ്പ്രെഡ് ഫ്രം ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ ത്രൂ എയർ, വാട്ടർ, ഫുഡ്, ഫിസിക്കൽ കോണ്ടാക്ട് ആർ കോൾഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അതൊരു മൈക്രോബിയൽ ഡിസീസസ് ആണ്, മൈക്രോ ഓർഗാനിസം മുഖേന ഉണ്ടാകുന്ന ഡിസീസസ് ആണ്. അത് സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇൻഫെക്റ്റഡ് പേഴ്സൺ ടു ഹെൽത്തി പേഴ്സൺ. ഒരു ഇൻഫെക്റ്റഡ് പേഴ്സണിന് ഹെൽത്തി പേഴ്സണിലേക്ക് ഡയറക്റ്റ് കോണ്ടാക്റ്റിലൂടെയോ, വെള്ളം മുഖേനയോ, അല്ലെങ്കിൽ അവർ കുടിച്ച വെള്ളം കുടിക്കുന്നത് കൊണ്ടോ, അല്ലെങ്കിൽ ഫുഡ് വഴിയോ, അല്ലെങ്കിൽ ഫിസിക്കൽ കോണ്ടാക്റ്റ് മുഖേനയോ, സ്പർശനം മുഖേനയൊക്കെ അത്തരം അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത്തരം ഡിസീസസുകളെ നമുക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് വിളിക്കാം. ചിക്കൻ ബോക്സ് ഉള്ള ഒരാളെ ഒന്ന് പോയി തൊട്ടാൽ മതി, അല്ലെങ്കിൽ അയാളോട് അടുത്ത് പോയിരുന്നാൽ എയർ വഴിയൊക്കെ ചിക്കൻ ബോക്സ് വൈറസുകൾ നമ്മുടെ ശരീരത്തിലേക്ക് വരാം. ഇനി ഇതിന് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ്? ഇതിന് കോളറ ഒരു എക്സാമ്പിളാണ്. കോളറ എന്ന് പറയുന്ന അസുഖം. എന്താണ് കോളറയുടെ ലക്ഷണങ്ങൾ? ശരീരത്തിൽ നിന്നും ഡീഹൈഡ്രേഷൻ, ഒരുപാട് വെള്ളം, നിർജ്ജലീകരണമായിട്ട് വെള്ളം നഷ്ടപ്പെട്ടു. നിർജ്ജലീകരണം അത് മൂത്രത്തിലൂടെയും അതേപോലെ തന്നെ വിസർജനം തന്നെ വെള്ളരൂപത്തിലായിട്ടും ഒക്കെ ഒരുപാട് നിർജ്ജലീകരണം നടക്കും. ഛർദി, മനം പുരട്ടൽ, അങ്ങനെയുള്ള ഒരുപാട് ഡേഞ്ചറസ് സിംറ്റംസ് കോളറക്കുണ്ട്. കോമൺ കോൾഡ്, ജലദോഷം ഒരു സമീപത്ത് പോയിരുന്നാൽ കിട്ടുന്ന ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ്. ചിക്കൻ ബോക്സ് അറിയാൻ പറഞ്ഞു, ചിക്കൻ ബോക്സ്. ട്യൂബർക്കുലോസിസ്, ടി ബി എന്ന് പറയുന്ന അസുഖം, ക്ഷയരോഗം. When a person suffering from common cold sneezes, fine droplets of moisture carrying thousands of viruses are spreading in air.
ഒരു കോമൺ കോൾഡ് ജലദോഷമുള്ള ഒരാൾ സ്നീസസ് തുമ്മുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തുമ്മലിൽ നിന്നും ചെറിയ ഒരു കണികയിൽ പോലും ഫൈൻ ഡ്രോപ്ലെറ്റിൽ പോലും ആയിരക്കണക്കിന് വൈറസുകളുണ്ട്. അങ്ങനെയുള്ള എത്ര കണികകളുണ്ടാവും? ഓക്കെ, കൊറോണ വൈറസിൻ്റെ ചെറിയൊരു ആനിമേറ്റഡ് വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ഒരു റൂമിലേക്ക് ചെറിയ ടൈം കൊണ്ട് അത് പരന്ന് വരുന്നത്, മൊത്തം വ്യാപിക്കുന്നത്. അപ്പോൾ ഈ കോമൺ കോൾഡ് എന്ന് പറയുന്നത് ഒരു റൈനോ വൈറസസ് എന്ന് പറയുന്ന വൈറസസ് ആണ് ഇത് പരത്തുന്നത്. ടെക്സ്റ്റിലില്ല, വേണമെങ്കിൽ നോട്ട് ചെയ്യാം. ഈ റൈനോ വൈറസസ്. ഈ കോമൺ കോൾഡിന് നിങ്ങൾ മെഡിസിൻസ് ആയിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കരുത് എന്ന് നമ്മൾ കഴിഞ്ഞ ലെസണിൽ ചർച്ച ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ്? അത് അത്ര കാര്യമാക്കേണ്ട അസുഖമല്ല. ആൻറ്റിബയോട്ടിക്കുകൾ പോലും നിർമ്മിക്കുന്നത് മൈക്രോ ഓർഗാനിസത്തെ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ. നമ്മൾ ശരീരത്തിലേക്ക് വെറുതെ ആവശ്യമില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചാൽ ഒരുപാട് ആവശ്യമുള്ള മൈക്രോ ഓർഗാനിസത്തെ നശിപ്പിക്കും. നമ്മുടെ ദഹന വ്യവസ്ഥയിലൊക്കെ ഒരുപാട് മൈക്രോ ഓർഗാനിസം നമുക്ക് ആവശ്യമാണ്. ഇതൊക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കാൻ പാടുള്ളൂ. ദി വൈറസ് മേ എൻ്റർ ദി ബോഡി ഓഫ് ഹെൽത്തി പേഴ്സൺ വൈൽ ബ്രീത്തിങ്. ശ്വസിക്കുന്ന സമയത്ത് ഒരു ഹെൽത്തി പേഴ്സൻ്റെ ശരീരത്തിലേക്ക് ഈ വൈറസുകൾ കടന്നു വരാം. ജലദോഷമുള്ള ഒരാളെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ. ചില അസുഖങ്ങൾ പരത്തുന്നത് ഈ മൈക്രോ ഓർഗാനിസത്തിനൊക്കെ സ്വന്തം ചലിക്കാനുള്ള കഴിവൊക്കെ കുറവാണ്, പ്രത്യേകിച്ച് വൈറസിനൊന്നും. വൈറസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറമെ നിർജീവമായി നിൽക്കുന്നൊരു വസ്തുവാണ്. ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ഉള്ളിലെത്തുമ്പോഴൊക്കെയാണ് അതിനൊരു ആക്റ്റീവ്നെസ് ഉണ്ടാവുള്ളൂ. RNA പോലെയുള്ള ജൈവ ഘടകങ്ങൾ ആക്റ്റീവ് ആകുന്ന ഒരു ജീവനുള്ള വസ്തുവിലേക്ക് എത്തുമ്പോഴാണ്. പുറമെ അതൊരു നിർജീവാവസ്ഥയിലാണ്. അതുകൊണ്ട് വൈറസസിനെ ഒരു ജീവിയായിട്ട് പോലും കൺസിഡർ ചെയ്യുന്നില്ല. ബാക്ടീരിയയൊക്കെ ഒരു ലിവിങ് ഓർഗാനിസം, ഒരു ജീവിയായിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ വൈറസിനെ ഒരു ജീവിയായിട്ട് പോലും ശാസ്ത്രലോകം കൺസിഡർ ചെയ്യുന്നില്ല. ജീവൻ്റെയും ജീവനില്ലാത്തതിൻ്റെയും ഇടയിലുള്ളൊരവസ്ഥയാണ്. ഓക്കെ, അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പിന്നീട് ചർച്ച ചെയ്യാം. അടുത്ത ചാപ്റ്ററിൽ സെല്ലിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ, സെൽ സ്ട്രക്ചർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ. There are some insects, animals which act as carriers of disease-causing microbes. ചില ആനിമൽസ്, ചില ഇൻസെക്റ്റുകൾ, ഇവ ഈ മൈക്രോബ്സുകൾ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കുന്ന വാഹകരായി മാറുന്നുണ്ട്. മനസ്സിലായോ? രോഗകാരികളുടെ ഉദാഹരണം, പക്ഷിപ്പനികൾ പരത്താൻ ചില കോഴികൾ അല്ലെങ്കിൽ പന്നികൾ ചില രോഗങ്ങൾ പരത്തുന്നു. മുയലുകൾ എന്താണ്? ഈ ജീവികളുമായിട്ടുള്ള സമ്പർക്കം മുഖേന നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഈ രോഗകാരികൾ എത്തുന്നില്ല. അപ്പോൾ അവിടെയുള്ള കാരിയേഴ്സ്, ഈ രോഗത്തിൻ്റെ വാഹകരാരാണ്? ഈ മൈക്രോബ്സിൻ്റെ വാഹകരാരാണ്? ഈ ജീവികളാണ്, ആനിമൽസാണ്. മറ്റൊരു കാര്യമാണ് ഹൗസ് ഫ്ലൈ, ഈച്ച. എന്താണ് ഈച്ച ചെയ്യുന്നത്? ദ ഫ്ലൈ സിറ്റ്സ് ഓൺ ദി ഗാർബേജസ് ആൻഡ് ആനിമൽ എക്സ്ക്രീറ്റ. ഈ ഈച്ച ഗാർബേജസ്, മാലിന്യത്തിലും അല്ലെങ്കിൽ വിസർജ്യത്തിലൊക്കെ പോയിരിക്കും ഈച്ച. എന്നിട്ട് നേരെ പറന്നു വന്നിട്ട് നമ്മുടെ തുറന്നു വെച്ച ഭക്ഷണത്തിലേക്ക് വന്നിരിക്കും. ഈ ഈച്ചയുടെ കാലിലൊക്കെ ആയിരക്കണക്കിന് വൈറസുകളും ബാക്ടീരിയകളും ഉണ്ടാവും. നമ്മൾ കഴിക്കുന്നതോടുകൂടി നമ്മുടെ ഉള്ളിലേക്കും ഈ വൈറസുകൾ എത്തും. ഓക്കെ, whoever eats the contaminated food is likely to get sick. ഈ കണ്ടാമിനേറ്റഡ്, അണുബാധയേറ്റ ഫുഡ് കഴിക്കുന്നതോടുകൂടി കഴിക്കുന്ന ആളും രോഗബാധിതനായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പുറമേക്കൊക്കെ പോയി കഴിഞ്ഞാൽ തുറന്നിട്ട സ്ഥലത്ത് ഇങ്ങനെ ഓപ്പണാക്കി വെച്ച ഫുഡ് എടുത്ത് വാങ്ങി കഴിക്കരുത്. അതിലൊക്കെ ഈച്ച വന്നിരുന്നിട്ടുണ്ടാവും. മഞ്ഞപ്പിത്തം പോലെയുള്ള അസുഖങ്ങളൊക്കെ ഇങ്ങനെ വരുന്നതാണ്. വിസർജ്യത്തിൽ പോയിരുന്ന ഈച്ച ഭക്ഷണത്തിലേക്ക് എത്തും. അങ്ങനെയാണ് ഈ പല അസുഖങ്ങളും പരത്തുന്നത്. അപ്പോൾ ഈച്ച അങ്ങനെയാണ് ഈച്ച അസുഖം പരത്തുന്നത് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റാണ് മോസ്കിറ്റോ ഈസ് അനദർ കാരിയർ. ഈ കൊതുകുകൾ ഒരുപാട് അസുഖം പരത്തുന്ന മെയിൻ കാരിയറാണ് കൊതുകുകൾ. ചെറിയ സാധനമാണെങ്കിലും മരണം വരെ വിതക്കുന്ന സാധനങ്ങളാണെന്ന് ഓർത്ത് വെക്കുക. എക്സാമ്പിൾസ് ഓഫ് കാരിയേഴ്സ് ആർ, പല പേരിലുള്ള ഈ കൊതുകുകളുണ്ട്, പല വിധത്തിലുള്ള രോഗങ്ങളാണ് പരത്തുന്നത്. ഏതൊക്കെയെന്ന് നോക്കാം. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ വിച്ച് കാരീസ് പാരസൈറ്റ്സ് ഓഫ് മലേറിയ. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് മലമ്പനി എന്ന് പറയുന്ന മലേറിയ അസുഖം പരത്തുന്നത്. മലേറിയ ആരാണ് പരത്തുന്നത്? ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്, ഓർത്ത് വെക്കുക. ഫീമെയിൽ എയ്ഡ്സ് മോസ്കിറ്റോ, ഫീമെയിൽ എയ്ഡ്സ് മോസ്കിറ്റോ ആണ് ഡെങ്കി വൈറസിനെ കൊണ്ടുത്തരുന്നത് ആരാണ്? ഫീമെയിൽ
എയ്ഡിസ് മോസ്കിറ്റോ ആണ്. നെക്സ്റ്റ് പോയിന്റ് ആണ് ഓൾ മോസ്കിറ്റോ ബ്രീഡ് ഇൻ വാട്ടർ. എല്ലാ മോസ്കിറ്റോവും മുട്ടയിട്ട് വളരുന്നത് വെള്ളത്തിലാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കുക. അത് ടയറിലാണെങ്കിലും അത് പാട്ടയിലോ മറ്റും ഒക്കെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. കാരണം ഒരു കൊതുക് മതി ഒരാളുടെ ജീവൻ എടുക്കാൻ. ബൈ കീപ്പിംഗ് ദി സറൗണ്ടിങ്സ് ക്ലീൻ ആൻഡ് ഡ്രൈ. നമ്മുടെ സറൗണ്ടിങ്സ് ക്ലീൻ ആക്കി വെക്കുക, ഡ്രൈ ആക്കി വെക്കുക. അതായത് വെള്ളം കെട്ടിക്കിടക്കുന്ന അവസ്ഥകൾ ഒഴിവാക്കുക. വി ക്യാൻ പ്രിവെൻറ്റ് മോസ്കിറ്റോ ഫ്രം ബ്രീഡിങ്. അങ്ങനെയാണെങ്കിൽ മോസ്കിറ്റോയുടെ ബ്രീഡിങ് നമുക്ക് തടയാം. നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ്. ഒരുപാട് അസുഖങ്ങളുടെ ലിസ്റ്റ് ഉണ്ട്. ഇത് വലിയൊരു പാരഗ്രാഫായിട്ടുള്ള കാര്യം ഷോർട്ടാക്കി നിങ്ങൾ തന്നാണ്. അപ്പോൾ എന്താണ് ഈ അസുഖങ്ങളുടെ വാഹകരാരാണ്? അല്ലെങ്കിൽ ബാക്ടീരിയ മുഖേനയാണോ ഇത് വരുന്നത്? ഇത് വൈറസ് മുഖേനയാണോ? അതൊക്കെ നോട്ട് ചെയ്യുക. എയർ വഴി ആണോ, വാട്ടർ വഴിയാണോ, ഫുഡ് വഴിയാണോ എന്നുള്ളതൊക്കെ നോട്ട് ചെയ്യുക. എക്സാമിന് വരുന്നൊരു ഭാഗമാണ്. ട്യൂബർക്കുലോസിസ്, TB. അവിടെ ട്യൂബർക്കുലോസ് ഈസ് എന്ന് കാണാം, പക്ഷെ അത് ഒരുമിച്ചുള്ള വേർഡാണ് ട്യൂബർക്കുലോസിസ്. ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഇത് എയർ വഴിയാണ് വരിക. TB ക്ഷയരോഗമുള്ള ആൾ കുറച്ച് ബ്ലഡ് വരെ കുറച്ച് തുപ്പുന്ന കാണാറുണ്ട്. മരണം വിതക്കുന്ന അസുഖമാണ് TB ശരിയായ വിധത്തിൽ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ മരണം വരും. അപ്പോൾ ക്ഷയരോഗമുള്ള ഒരാളെ അടുത്ത് കുറക്കുമ്പോൾ അയാളെ അടുത്ത് പോയിരുന്നാൽ നമുക്കും ഈ TBയുടെ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിലേക്കും കടന്നു കയറും. രണ്ടാമത്താണ് മീസിൽസ്. ഏതാണ് രോഗകാരി? വൈറസ് പരത്തുന്ന ഒരു അസുഖമാണ് മീസിൽസ്. എയർ വഴിയാണ് ഈ അസുഖം പരത്തുന്നത്. ചിക്കൻ പോക്സ് ഇതാണ് ഒരു വൈറസ് ഡിസീസസ് ആണ് നമ്മൾ പറഞ്ഞു. ഇത് ആളടുത്ത് പോയിരുന്നാൽ തന്നെ മതി, അല്ലെങ്കിൽ എയർ വഴി ഈ അസുഖം വരാം. ഏകദേശം അടുത്ത് ഏരിയയിൽ പോയി നിന്ന എയർ വഴി ഈ അസുഖം വരാം. നെക്സ്റ്റാണ് ഇതിൻ്റെ പ്രിവെൻഷൻ മെത്തേഡ്. എങ്ങനെയൊക്കെ തടയാം? ഒന്ന് വാക്സിനേഷൻ എടുക്കുക. അതേപോലെ തന്നെ ഈ അസുഖമുള്ള ആൾ, ചിക്കൻ പോക്സോ അല്ലെങ്കിൽ അതുപോലുള്ള അസുഖമുള്ള ആൾ കംപ്ലീറ്റ് നല്ലൊരു ഐസൊലേഷനിൽ വെക്കുക. മറ്റുള്ള ആളുകളുമായിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കുക. ഇതിൽ പറയാത്ത പോളിയോ എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസസ് ആണ്. നമ്മുടെ സ്പൈനൽ കോഡ്, നട്ടെല്ലിനെ ബാധിക്കുന്ന വലിയൊരു വൈറൽ ഡിസീസസ് ആണ്. ഒരുപാട് കോടിക്കണക്കിന് ആളുകൾ പോളിയോ അസുഖം വന്നിട്ട് മരണപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെതിരെ പോളിയോ വാക്സിൻ ചെറുപ്പത്തിൽ എടുത്തിട്ടുണ്ടാവും. മറ്റൊന്നാണ് കോളറ. ഏതാണ്? ബാക്ടീരിയ പരത്തുന്ന അസുഖമാണ് കോളറ. ഇത് വാട്ടർ വഴി വരാം, ഫുഡ് വഴി ഈ അസുഖം നമ്മളിലേക്ക് എത്താം. നെക്സ്റ്റ് ടൈഫോയിഡ് എന്ന് പറഞ്ഞൊരു ബാക്ടീരിയൽ ഡിസീസസ് ആണ്. ഇത് വാട്ടർ വഴിയാണ് ഇതിൻ്റെ മൈക്രോബ്സ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിപ്പെടുന്നത്. വേറൊന്നാണ് ഹെപ്പറ്റൈറ്റിസ് എ ഉണ്ട്, ഹെപ്പറ്റൈറ്റിസ് B, C, D, അങ്ങനെ പല വിധത്തിൽ ഹെപ്പറ്റൈറ്റിസ് ഉണ്ട്. അതായത് നമ്മുടെ കരളിനെ, ലിവറിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഹെപ്പറ്റൈറ്റിസ്. ഇതിൻ്റെ ഡേഞ്ചർനെസ്സിനെ അനുസരിച്ച് ABCD എന്ന് പറഞ്ഞ പല കാറ്റഗറിയിലുണ്ട്. മഞ്ഞപ്പിത്തം ആ ഒരു സ്റ്റേജിലുള്ള ഒരു അസുഖമാണ്. ഇതൊരു വൈറൽ ഡിസീസസ് ആണ്. ഇത് വാട്ടർ വഴിയാണ് എത്തുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ബോയിൽഡ് ഡ്രിങ്കിങ് വാട്ടർ. നന്നായിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക, തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. അല്ലാണ്ട് തിളച്ച വെള്ളത്തിലേക്ക് പച്ചവെള്ളം ചേർത്തിട്ട് അങ്ങനെ കുടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഈ പച്ചവെള്ളത്തിലുള്ള പാത്തജൻസ് കൂടി ഒന്നുകൂടി പെരുകാൻ ചാൻസ് കൂടുതലാണ്. ഡോക്ടർമാർ അങ്ങനെയാണ് പറയാറ്. അപ്പോൾ നന്നായി 100 ഡിഗ്രി സെൽഷ്യസിൽ തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. മറ്റൊന്ന് വാക്സിനേഷനാണ്. നല്ല വാക്സിനേഷൻ എടുത്തു വെക്കുക. എന്താണ് വാക്സിനേഷൻ? നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി രോഗപ്രതിരോധ സംവിധാനമുണ്ട്, ആൻറ്റിബോഡീസ് ഉണ്ട്. ഒരിക്കലൊരു ചിക്കൻ ബോക്സ് വന്നൊരു വ്യക്തിക്ക് 10-15 വർഷത്തേക്ക് ചിക്കൻ ബോക്സ് വരില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ചിക്കൻ ബോക്സ് വൈറസ് ശരീരത്തിലേക്ക് കടന്നതോടുകൂടി ശരീരത്തിൽ ആൻറ്റിബോഡി സജ്ജീകരിച്ച് ഈ വൈറസിനെതിരെ പോരാടി ഇനി രണ്ടാമത് ഈ വൈറസ് വരുന്ന സമയത്ത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ശരീരത്തിന് അറിയാം. ഓക്കെ, ഈ ഒരു മിലിറ്ററി സംവിധാനം
ശരീരം സജ്ജീകരിച്ച് വെച്ചു. ഇതുപോലെ പല അസുഖങ്ങൾക്കുമുള്ള രോഗപ്രതിരോധ സംവിധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് വാക്സിനേഷൻ എടുക്കാൻ പറയുന്നത്. പോളിയോ വൈറസ് വരാതിരിക്കാൻ. അതേപോലെ ഇപ്പം കൊറോണയ്ക്കെതിരെ വാക്സിനേഷൻ നടക്കുന്നുണ്ട്. അത് എത്രത്തോളം കൺഫേമായി അതിന് സൈഡ് എഫക്റ്റുകളില്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയതിന് ശേഷം നിങ്ങൾക്ക് വാക്സിനേഷൻ എടുക്കാം. മലേറിയ, മലമ്പനി, അത് പ്രോട്ടോസോയ പരത്തുന്ന അസുഖമാണ്. പ്രോട്ടോസോയ പരത്തുന്ന ഒരേ ഒരു അസുഖം മാത്രമേ നമ്മൾ ടെക്സ്റ്റിൽ ചർച്ച ചെയ്യുന്നുള്ളൂ. ഏതാണ്? മലേറിയ. അത് ഏത് വഴിയാണ്? മോസ്കിറ്റോ വഴിയാണ് ഈ മലേറിയ വരുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? മോസ്കിറ്റോ വരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കുക, മോസ്കിറ്റോ റിപ്പല്ലറുകൾ ഉപയോഗിച്ച് മോസ്കിറ്റോയെ അകറ്റുക, കൊതുകുകൾ വളരുന്ന സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ഹൈജീൻ. എന്താണ് ഹൈജീൻ? മേലെ കാണുന്നുണ്ടാവും ഹൈജീൻ. ശുചിത്വപൂർണമായ ഒരു ചുറ്റുപാട്, ശുചിത്വം പാലിക്കുക. ഇതൊക്കെയാണ് പ്രിവെൻഷൻ മെത്തേഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക. ഇന്ന് ഇത്രയും ചർച്ച ചെയ്യുന്നുള്ളൂ. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് പ്ലാന്റ്സിൽ ഒരുപാട് അസുഖങ്ങൾ പരത്തുന്നുണ്ട്. ഏതൊക്കെയാണ് അസുഖങ്ങൾ എന്ന് ചർച്ച ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ എല്ലാവരും നോട്ട് ചെയ്യുക. താങ്ക് യു.